ഹലോ ഗൈസ്, ബ്രിട്ടീഷ് മലബാരീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നോറിച്ചിലാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ജൂനിയർ മലബാരി ഉണ്ട്. അവനെ UK വന്നിട്ട് ഒരു ബിരിയാണി കഴിക്കണം എന്നൊരു ആഗ്രഹം. അതുകൊണ്ട് നമ്മൾ നോറിച്ചിൽ പോകുന്നു, ഒരു ബിരിയാണി കഴിക്കുന്നു. അപ്പോൾ നോറിച്ചിൽ എന്തായാലും പോകുന്ന കൊണ്ട് നമ്മൾ അവിടുത്തെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായ നോറിച്ച് കാസിൽ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം കാസിൽ കണ്ടിട്ട് ബിരിയാണി കഴിക്കുക അല്ലേ, ഇല്ലെങ്കിൽ ബിരിയാണി കഴിച്ചിട്ട് കാസിൽ കണ്ടു കഴിഞ്ഞാൽ ബിരിയാണീൻ്റെ മത്തിൽ ഇവൻ കടന്ന് ഉറങ്ങും. അപ്പോൾ ഇപ്പം നമ്മൾ ക്രോമറിലാണ്. അപ്പോൾ ഇനി നമുക്ക് നോറിച്ചിൽ പോയിട്ട് ബാക്കിയുള്ള വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നോറിച്ചിലെത്തി. ഇപ്പം നമ്മൾ നോറിച്ചിലത്തെ കത്തീഡ്രലിലോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കത്തീഡ്രൽ. എൻ്റെ ഇടയിൽ ഇച്ചു നമ്മുടെ ഒരു പേസ്ട്രിയൊക്കെ തിന്നിട്ട് വയറ് നിറച്ചു. വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് കത്തീഡ്രൽ, നോറിച്ച് കത്തീഡ്രൽ. ഫ്രണ്ടിൽ ചാന്ദിനിയുടെ പാരൻസ് എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കത്തീഡ്രലിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ചർച്ചിൻ്റെ വിൻഡോസും അതൊക്കെയാണ്. ഇപ്പോൾ കാത്തഡ്രലിൻ്റെ മെയിൻ ഹാളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ മാസൊക്കെ നടത്തുന്ന ഹാളാണിത്. നല്ല ഹ്യൂജ് ബിൽഡിംഗ്. അപ്പോൾ ഈ കൊറിഡോർ കണ്ട നമ്മൾ ഹാരി പോട്ടർ എടുത്ത നമ്മുടെ ഹോഗ്വാർട്സിൻ്റെ ഒരു കുറേ ആൾക്കാർ അത് തമ്മിൽ തെറ്റിദ്ധരിച്ചു. ഇത് മറ്റേ ഹാരി പോട്ടർ മൂവിയിലെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് കാത്തഡ്രലിൽ വന്നപ്പോൾ ഇച്ചുവിന് കുറച്ചൊരു ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചു ഇപ്പോൾ അങ്ങോട്ടേക്കാണ് ഓടാൻ പോകുന്നത്. കമോൺ ലെറ്റ്സ് ഓടിക്കോ. അപ്പോൾ ഇച്ചു ചെമ്മരി ആടിനെ മേയ്ക്കുന്ന ആളായി. ഇച്ചു 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 ചെമ്മരി ആടിയെ മേയ്ക്കുന്ന ഇച്ചു ഇച്ചു ഇച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ എക്സിറ്റിന് വന്നിട്ടുള്ളത്. കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ട് എക്സിറ്റിലോട്ടേക്ക് വന്നു. കത്തീഡ്രലിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു. ഇനി നമ്മൾ
പ്രൈമാർക്കിലോട്ടേക്ക് പോകണം കുറച്ച് ഷോപ്പ് ചെയ്യാൻ വേണ്ടി. Thank you, buddy. Cheers. Thumbs up, thumbs up. I love the bit of this, man. They are cool. Do they have a string that attaches them? Guys. അപ്പം നമ്മൾ പ്രൈമാർത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയായിട്ട് നോറിച്ചിൽ മാഗ്ഡലിൻ സ്ട്രീറ്റിൽ നമ്മുടെ കേരം റെസ്റ്റോറൻറ്റിലാണ്, തനി മലയാളി റെസ്റ്റോറൻറ്റിൽ അല്ലേ, നല്ല മലബാരി ചിക്കൻ ബിരിയാണി അടിക്കാൻ അല്ലേ. അപ്പം നമുക്ക് കേരം റെസ്റ്റോറൻറ്റിലോട്ടേക്ക് പോകാം. ആവാ. അപ്പോൾ ഇതാണ് നമ്മുടെ നോറിച്ചിലത്തെ മാഗ്ഡലിൻ സ്ട്രീറ്റ്. അവിടെ കേരം റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ ചാന്ദ്രീൻ്റെ പാരൻസ് എല്ലാം ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, നമുക്ക് ബിരിയാണി കിട്ടി. അപ്പോൾ നമ്മുടെ വിശക്കുന്ന ഇച്ചുവിന് തന്നെ ആദ്യം ഒരു ബിരിയാണി സെർവ് ചെയ്തിട്ടുണ്ട്. ഇച്ചു ബിരിയാണി കഴിച്ചിട്ട് ടേസ്റ്റ് പറയാൻ എങ്ങനെയുണ്ടെന്ന്. ബിരിയാണി കഴിക്കേ നമ്മുടെ ചാന്ദിനിൻ്റെ നമ്മുടെ ചട്ടിച്ചോറെത്തി, ഇവിടുത്തെ സ്പെഷ്യൽ ചട്ടിച്ചോറ്. കാളനുണ്ട്, പായസമുണ്ട്, സാമ്പാർ. എന്തൊക്കെയുണ്ട് ചട്ടിച്ചോറിൽ? വേഗം പറ. ചട്ടിച്ചോറ്, ചിക്കൻ ഫ്രൈ, ഓംലെറ്റ്, അച്ചാറ്, ഫിഷ് ഫ്രൈ, ഇതെന്താ എന്തോ തോരൻ, ഇത് പച്ചടി, പുളിയിഞ്ചി, ചിക്കൻ കറി, ബീൻസ് തോരൻ, ബീഫ്, സാമ്പാർ, കാളൻ, പായസം. ഓക്കെ. എന്തായി ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്താ? എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി നമ്മുടെ ചിക്കൻ ബിരിയാണീന് അച്ഛന് പൊറോട്ടയും അമ്മയ്ക്ക് ബിരിയാണീന് വേണ്ടി വയ്ക്കുക. അച്ഛൻ്റെ പൊറോട്ട എത്തി, വെജിറ്റബിൾ കടായും 2 പൊറോട്ടയും. ബിരിയാണി എത്തിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ടേസ്റ്റ് ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാം. തനി മലബാരി ബിരിയാണി അല്ലേ? മലബാരി ബിരിയാണി അല്ലേ? തനി മലബാരി ബിരിയാണി ഹൈലി റെക്കമെൻഡ് ഇൻ നോറിച്ച്, കേരം. അപ്പോൾ ഗൈസ്, നമ്മൾ നോറിച്ചിലത്തെ എല്ലാ കറക്കവും കഴിഞ്ഞ് ബിരിയാണിയൊക്കെ അടിച്ച് ഇച്ചു ബിരിയാണി കഴിച്ച് ഹാപ്പിയൊക്കെ ആയി നമ്മൾ തിരിച്ച് ക്രോമറിൽ വീട്ടിലെത്തി. അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ബൈ ബൈ.